ഗായ്സ്, നന്ദന വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓമയ്ക്ക കൊണ്ടൊരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓമയ്ക്ക കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചനച്ച ഓമയ്ക്ക എടുത്തിട്ട് കടുമാങ്ങ അച്ചാർ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കുക. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് അച്ചാർ പൊടി, ഉപ്പ്, കായപ്പൊടി മൂന്നും കൂടെ ഇളക്കി വെച്ചു. ഇനിയും കടുക് വറുത്തിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് വറുക്കണം. കടുക് വറുത്തിട്ട് അതിനകത്ത് എല്ലാം ചേർത്ത് ഒന്നുകൂടി ഇച്ചിരി ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് അച്ചാർ ഉണ്ടാകുന്ന രീതി അച്ചാറിടാൻ പോവുകയാണ്. എണ്ണ ഒഴിക്കുക, ഇച്ചിരി എണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞ് ഇച്ചിരി ഉരുവായി ഇടുക. രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടെ അതിനകത്തോട്ട് മുറിച്ചിടുക. ശകലം മുളക് പൊടി ഇടുക. ചട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ അച്ചാറിൻ്റെ ഓമയ്ക്ക നമ്മൾ ഇളക്കി വെച്ചിരുന്ന ഓമയ്ക്ക ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് ശർക്കര ഒരു സ്പൂൺ വിനാഗിരി നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇച്ചിരി വെള്ളം ചേർക്കുക. ശകലം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾ നോക്കുക. ഇതിന് ഇച്ചിരി മധുരവും ഇച്ചിരി എരിയുള്ള ഒരു അച്ചാറാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ചിളക്കിയിട്ടുണ്ട്. നല്ലതായിട്ട് ഒന്ന് പറ്റി ഒന്ന് വേവ് ഒഴിച്ചിട്ടുണ്ട്. ഇത് വെന്ത് നല്ല ഇതായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് 2-3 ദിവസം വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഹലോ ഗായ്സ്, നമ്മളിനിയും നമ്മുടെ അച്ചാർ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടൊക്കെ ഉണ്ട് കേട്ടോ. കടുമാങ്ങ പോലെ തന്നെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കടുമാങ്ങ അച്ചാറിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു മധുരവും എരിവും ഒക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്ന വരെ ടാറ്റാ ബൈ ബൈ.